അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. വികസന സദസ്സിനിടെ പാഞ്ഞാളിൽ ജനരോഷം. റോഡുകൾ തകർന്നു, കാൽനട യാത്ര പോലും ദുരിതം. ഭരണസമിതി വൻ പരാജയമെന്ന് നാട്ടുകാർ. പഞ്ചായത്തിൽ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന വികസന സദസ്സ് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും വഴിവെച്ചു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി വികസനത്തിന്റെ കാര്യത്തിൽ വൻ പരാജയമാണെന്ന് വിളിച്ചു പറയുന്നതാണ് പഞ്ചായത്തിലെ റോഡുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ. CCV വാർത്താ സംഘം പഞ്ചായത്തിലെ വിവിധ റോഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടത് തകർന്ന് തരിപ്പണമായ പാതകളും ഭരണസമിതിക്കെതിരായ ജനരോഷവുമാണ്. പാഞ്ഞാളിൽ എവിടെയാണ് വികസനം എന്ന് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു. താൻ 15 വർഷമായി ഈ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്നു. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മണലാടി മുതൽ വെട്ടിക്കാട്ടിരി വരെയുള്ള പ്രധാന റോഡുകൾ തകർന്ന് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ശ്രീപുഷ്കരം പോലുള്ള പ്രദേശങ്ങളിൽ മഴക്കാലത്ത് വാട്ടർ മെട്രോ നടത്തേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം രൂക്ഷമായി പരിഹസിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതി വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എവിടെ പാഞ്ഞാൾ വികസനം? നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രാമത്തിലുള്ള പ്രധാനപ്പെട്ട റോഡ് മണലാടി മുതൽ വെട്ടിക്കാട്ടി വരെ പൊളിഞ്ഞ് വാഹനങ്ങൾ വർഷക്കാലത്ത് കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ശ്രീപുഷ്കരം ഭാഗത്തൊക്കെ വാട്ടർ മെട്രോ നടത്തേണ്ട അവസ്ഥയാണ്. അതുപോലെ ഓരോ വാർഡുകളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ വരും. മുടിഞ്ഞു കിടക്കുന്ന റോഡുകൾ വളരെ മോശമാണ്. വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ സെമിനാറൊക്കെ നടത്തുന്നുണ്ട്, ഒരു കാര്യമില്ല. ഞാൻ ഈ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷമായി. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവശ നിലയിലാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വളരെ മോശമായ ഭരണസമിതിയും കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്തിൽ നടത്തുന്നത്. അങ്ങനെയാണ് നടക്കുന്നത് കാര്യം. പാഞ്ഞാൾ പഞ്ചായത്തിലെ ചിറങ്കോണം മാലമ്പുഴ റോഡ്, വാൾനാത്തുകുന്ന് റോഡ്, ജയന്തി റോഡ്, പാറപ്പുറം റോഡ്, ദേവസിപ്പടി റോഡ്, ആലക്കൽപ്പടി റോഡ്, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്, ദളപതി റോഡ്, കിള്ളിമംഗലം കുളമ്പ് റോഡ്, മണലാടി കുണ്ടുകാട് റോഡ് തുടങ്ങി മിക്ക റോഡുകളിലൂടെയും കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യമാണ്. 2023 ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി തകർത്ത റോഡുകൾ ഭരണം അവസാനിക്കാറായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ വികസനമില്ലാത്തതിൽ പ്രതിഷേധിച്ച് മണലാടി കുണ്ടുകാട് റോഡിലെ ജനങ്ങൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണെന്ന് അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താമസിക്കുന്ന വീട്ടിലേക്കുള്ള ആലമ്പുഴ റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ്. നമ്മുടെ നാടിന്റെ വികസന സദസ്സ് പറഞ്ഞ പരിപാടി ഇപ്പോൾ പാഞ്ഞാൾ പഞ്ചായത്തിൽ നടന്നിരിക്കുകയാണ്. പാഞ്ഞാൾ പഞ്ചായത്തിൽ വികസന സദസ്സാണ് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ. ഒരു നാഥനില്ലാത്ത കളയാണ് ഇപ്പോൾ ഈ റോഡ്. പഞ്ചായത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പറയും PWAക്ക് കൊടുത്തു പറയും. PWA വെച്ചാൽ റോഡ് പണിയൊന്നുമില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരാണ്, നമ്മളെ പോലെ സാധാരണക്കാരാണ്. ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വെട്ടിക്കാട്ടിൽ നിന്ന് ഒരു പാഞ്ഞാളോട്ട് വരുന്നില്ല. നമ്മുടെ അർഫ റോഡ് അതും ഇതുതന്നെയാണ് അവസ്ഥ. ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ ഒരു വണ്ടിക്കാർ വിളിച്ചവിടെ വരുന്നില്ല. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. ടയറ് മറ്റുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ തേമാനങ്ങൾ അവർക്ക് 50 രൂപ വാടക കൊടുക്കണമെങ്കിൽ ഒരു 100 രൂപ ചിലവാകണം. ഇതാണ് ഇവിടുത്തെ വികസനം. എന്താണ് ഇവർ വികസന സദസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മൾ സാധാരണ ജനങ്ങൾ, നമ്മൾ ആരോട് പറയാം? കഴിഞ്ഞ 2-3 വർഷമായി ഈ വഴി തകർന്ന് തോടായി മാറിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പല റോഡുകളിലും റോഡിനടിയിലെ പൈപ്പുകൾ പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകി മഴ മാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളക്കെട്ടുകളായി തുടരുകയാണ്.
കൂടാതെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് വാങ്ങിയ ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രങ്ങൾ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഷെഡിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതും വികസനത്തിന്റെ മറ്റൊരു ദുരവസ്ഥയാണ്. പൈങ്കുളം സെന്ററിൽ വഴിയാത്രക്കാർക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയിടം ഉദ്ഘാടനം ചെയ്തതല്ലാതെ നാളിതുവരെയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇത് പഞ്ചായത്തിന്റെ വികസനമെന്നത് വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു എന്നതിന്റെ നേർചിത്രമാണെന്ന് BJP ആരോപിക്കുന്നു. കേരളോത്സവം വർഷാവർഷം വഴി പോലെ നടക്കുന്നുണ്ടെങ്കിലും യുവജനക്ഷേമത്തിനു വേണ്ടി യാതൊന്നും ഈ ഭരണസമിതിക്ക് ചെയ്യാനായില്ലെന്നും ആരോപണമുണ്ട്. വികസനം കൊണ്ട് പൊറുതിമുട്ടി വഴി നടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വികസന സദസ്സിലെ പ്രസംഗങ്ങൾക്കല്ല റോഡുകളിലെ കുഴികൾക്കാണ് മറുപടി നൽകുകയെന്ന മുന്നറിയിപ്പാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ ജനരോഷം വ്യക്തമാക്കുന്നത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ വികസന സദസ്സിൽ MLA സംഭാഷണം കേട്ടതിനു ശേഷം CC വാർത്താ സംഘം പാഞ്ഞാൾ പഞ്ചായത്തിലെ വിവിധ റോഡുകളിലൂടെ സഞ്ചരിച്ചു. അതേ തുടർന്നുള്ള വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. പാഞ്ഞാളിൽ നിന്നും സുമേഷ് അരയമ്പറമ്പിലിനോടൊപ്പം വിനോദ് നായർ.